welcome back to Learning Hub. Let's learn together with Dhanya. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ലാസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുള്ള മാർക്കറ്റ് ഫെഡിന്റെ എക്സാം ആണ്. കാഷ്യറിന്റെയും അതുപോലെ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നടന്നിട്ടുള്ള മാർക്കറ്റ് ഫെഡിന്റെ എക്സാമിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇതെന്തായാലും കേര ഫെഡിന്റെ എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. ഓക്കെ, വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റും ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സജഷൻസോ അതല്ല എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. The goal of cooperative management is to achieve options: social values, economic prosperity, member satisfaction, harmony. Okay, അപ്പം നമ്മൾ മുന്നേ കോർപ്പറേഷന്റെ വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കണം. ഒപ്പം തന്നെ ആ ഓർഗനൈസേഷന്റെ സോഷ്യൽ പ്രോഗ്രസിന് വേണ്ടിയിട്ടും കൂടിയിട്ടായിരിക്കണമെന്ന്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ഗോൾ ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഇസ് ടു അച്ചീവ് ദ മെമ്പർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. In which type of audit the auditor visits the institution regularly and conduct the audit? Options: interim audit, test audit, concurrent audit, internal audit. Okay, ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റിലാണ് ഒരു ഓഡിറ്റർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്ത് ഓഡിറ്റ് നടത്തുന്നത്? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺകറന്റ് ഓഡിറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലർ ആയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ concurrent audit ആണ് ആൻസർ. ഓപ്ഷൻ സി concurrent audit ആണ്. The auditor visits the institution regularly and conduct the audit. Okay, question number 3. Father of Indian cooperative movement. Okay, ഇവിടെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നുള്ളത് നോക്കണം. ഓക്കെ, ഓപ്ഷൻസ്: റോബർട്ട് ഓവൻ, വില്യം കിങ്, ഗോർവാല, ഫ്രെഡറിക് നിക്കോൾസൺ. ഓക്കെ, ഇവിടെ നമുക്ക് ഇന്ത്യൻ എന്നുള്ള വാക്ക് കാണാതെ പോകരുത്, കാരണം ഓപ്ഷൻസിൽ ആദ്യം റോബർട്ട് ഓവൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ത്യൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻസർ ഓട്ടോമാറ്റിക് ആയിട്ട് റോബർട്ട് ഓവൻ വേഗം ആൻസർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കണം. ഓപ്ഷൻ ഡി ഫ്രെഡറിക് നിക്കോൾസൺ ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. Non-monetary disputes are filed before. Okay, non-monetary disputes ഫയൽ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? ഓപ്ഷൻസ്: രജിസ്ട്രാർ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, ആർബിട്രേറ്റർ, കോർട്ട്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ പറഞ്ഞു, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ മുമ്പിലാണ് സമർപ്പിക്കുന്നത്. ഓക്കെ, മറിച്ച് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആണെങ്കിൽ അത് രജിസ്ട്രാറിന്റെ മുന്നിലാണ് സമർപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയും ഓപ്ഷൻ എ ആദ്യം തന്നെ രജിസ്ട്രാർ ആണ് തന്നിട്ടുള്ളത്. സോ അവിടെ നമുക്ക് കൺഫ്യൂസിങ് ആവരുത്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ മുമ്പിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. The term of representative general body is? Options: 1 year, 3 years, 4 years and 5 years. Okay, answer is option D 5 years ആണ്. representative general body 5 years ആണ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി റൂൾ 34ലാണ് പറയുന്നത്. റൂൾ 34. അപ്പം എന്താണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി? എപ്പോഴാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കൂടുന്നത്? ഓക്കെ, അപ്പം ഒരു സൊസൈറ്റി ഒന്നിലധികം താലൂക്കുകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഓക്കെ, ഒന്നോ അതിലധികമോ താലൂക്കുകളിലാണ് അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്കിൽ അവിടെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കൂടാം. പക്ഷേ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ എണ്ണം 1000-ൽ കുറയാനും പാടില്ല. ഓക്കെ, ഒന്നിലധികം താലൂക്കുകളിൽ ഏരിയ ഓഫ് ഓപ്പറേഷനും 1000 എണ്ണത്തിൽ കുറയാത്ത മെമ്പേഴ്സും ഉണ്ടെങ്കിൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഫോം ചെയ്യാനായിട്ട് പറ്റും. ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ ടേം എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ്. പിന്നെ ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കൂടുമ്പോൾ അതിൽ മിനിമം മെമ്പേഴ്സ് അല്ല, അതിൽ അറ്റൻഡ് ചെയ്യേണ്ട ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നത് 50 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, മിനിമം 50 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ടോട്ടൽ മെമ്പേഴ്സ് ഇപ്പം ഒരു ഒന്നോ അതിലധികമോ താലൂക്ക് 1000 കുറയാനും പാടില്ല. അപ്പൊ ആ 1000 മുതൽ 2500 വരെയാണ് ഉള്ളതെങ്കിൽ 1000 to 2500 ഇടയിലുള്ള മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 50 പേര് മിനിമം ഉണ്ടായിരിക്കണം ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ. ഇനി 2500 മുതൽ 10000 വരെയുള്ള മെമ്പേഴ്സ് ആണ് ഉള്ളത് എങ്കിൽ ടോട്ടൽ 200 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ. ഓക്കെ, ഇനി 10000 മുകളിലാണ് ടോട്ടൽ മെമ്പേഴ്സ് എങ്കിൽ അവിടെ 500 ആയിരിക്കണം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ പങ്കെടുക്കേണ്ട മെമ്പേഴ്സിന്റെ ഡെലിഗേറ്റ്സിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ അവിടെ 50 200 500 അങ്ങനെയാണ് കണക്ക് വരുന്നത്. 50 200 500. അപ്പൊ 50 വരുന്നത് 1000-ന്റെയും 2500-ന്റെയും ഇടയിൽ ടോട്ടൽ മെമ്പേഴ്സ് ഉള്ളുമ്പോൾ, 200 വരുന്നത് 2500-ന്റെയും 10000-ന്റെയും ഇടയിൽ വരുമ്പോൾ, 500 വരുന്നത് about 10,000 വരുന്ന സമയത്ത് 500 ഡെലിഗേറ്റ്സ് ആണ് ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. Okay, question number 6. As per section 72, registrar will appoint options agent, liquidator, arbitrator, none of these. Okay, answer is option B, liquidator ആണ്. Okay, section 72 എന്ന് പറയുന്നത് രജിസ്ട്രാർക്ക് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അതാണ് സെക്ഷൻ 72 പറയുന്നത്. അപ്പൊ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതാണ് ലിക്വിഡേറ്ററിനെ. ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. അത് പറയുന്നത് സെക്ഷൻ 72 അപ്പം ലിക്വിഡേറ്റർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ആ സൊസൈറ്റിയിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം കസ്റ്റഡിയിൽ വെക്കാനും ഒപ്പം തന്നെ അതിന് യാതൊരുവിധ ഡാമേജസോ അതുപോലെ തന്നെ നഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതെല്ലാം ലിക്വിഡേറ്റർ ആണ്. ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് 3 വർഷത്തിന്റെ ഉള്ളിൽ ലിക്വിഡേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, 3 വർഷത്തിന്റെ ഉള്ളിലാണ് ലിക്വിഡേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തിട്ട്. ഈ സെക്ഷൻ 73 ലിക്വിഡേറ്ററിന് ഒരുപാട് അധികാരങ്ങളൊക്കെ ഉണ്ട്, പവേഴ്സ് ഉണ്ട്. സോ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ പറയുന്നത് സെക്ഷൻ 73 ഓക്കെ, അപ്പൊ 72 73 ലിക്വിഡേറ്റർ ആണ്. വൈൻഡപ്പ് എന്നത് പറയുന്നത് സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി. ഓക്കെ, നെക്സ്റ്റ് question number 7. The audit of transaction and actions of management is known as options administrative audit, test audit, statutory audit, concurrent audit. Okay, അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ്. അപ്പം നമുക്കറിയാം ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വരുന്നത് മാനേജിങ് ആണ് അല്ലെ, മാനേജ്മെന്റ് ആണ്. സോ അവിടെ നമുക്ക് എല്ലാ രീതിയിലുള്ള ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ എല്ലാ ആക്ഷൻസും ഓഡിറ്റ് ചെയ്യുന്നത് അതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓഡിറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ആക്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഇസ് നോൺ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഓക്കെ, next question number 8. ICA introduced cooperative principles in options 1935, 1936, 1937 and 1938. Okay, International Cooperative Alliance ICA cooperative principles introduce ചെയ്തിട്ടുള്ളത് ഏത് വർഷമാണ്? Okay, അതായത് cooperative principles റിവ്യൂ ചെയ്ത് ആദ്യമായിട്ട് അമെൻഡ് ചെയ്തിട്ടുള്ളത് 1937 ഓക്കെ, ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യമായി റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ അത് അമെൻഡ് ചെയ്യാനും ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1937 ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പോയിന്റ്മെന്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ ഫോർ കണ്ടക്ടിംഗ് ദ ഇലക്ഷൻ ഇസ് ബൈ ഓപ്ഷൻസ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, രജിസ്ട്രാർ, സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡൗട്ട് ഒന്നും ഇല്ല. ആൻസർ ഇസ് ഓപ്ഷൻ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ റിട്ടേണിംഗ് ഓഫീസറിനെ ഇലക്ഷൻ സമയത്ത് അപ്പോയിന്റ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്മിറ്റി ഇലക്ഷൻ അല്ലെങ്കിൽ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നത് പറയുന്നത് സെക്ഷൻ 28 സെക്ഷൻ 28 പറയുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫ് കമ്മിറ്റി. ഓക്കെ, ഇനി ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാം പറയുന്നത് ഓക്കെ, അപ്പം അത് പറയുന്നത് റൂൾ 35A ഓക്കെ, പ്രൊസീജിയർ റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. ഓക്കെ, റൂൾ 35A ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഇനി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് സെക്ഷൻ 28B ഓക്കെ, സെക്ഷൻ 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഓക്കെ, section 28 appointment of committee, rule 35A procedure regarding the conduct of election, state cooperative election commission, section 28B. റൂൾ 35B പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് കേട്ടോ. 35B ഇപ്പം സെക്ഷൻ 28 റൂൾ 35A പറയുന്നത് ഇലക്ഷനും അതുപോലെ
സെക്ഷൻ 28B റൂൾ 35B പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. Which section of Kerala Cooperative Societies Act 1969 explains the power of Director of Cooperative Audit? Okay, അപ്പം DCA പവേഴ്സ് ആണ് ചോദിക്കുന്നത്. DCA പവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏത് സെക്ഷനിലാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി 64 ആണ്. 64 ആണ് പവേഴ്സ്, അതുപോലെ തന്നെ ഒരു ഓഡിറ്റിന്റെ സ്കോപ്പ്, അതുപോലെ തന്നെ ഡയറക്റ്റ് DCA പവേഴ്സും ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം പറയുന്നത് സെക്ഷൻ 64ലാണ് കേട്ടോ. സെക്ഷൻ 64 സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ ആർക്ക് ഗവൺമെന്റിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം പറയുന്നത്. ഓക്കെ, അപ്പം DCAനെ ഗവൺമെന്റിന്റെ അണ്ടറിൽ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 63 ആണ്. ഓക്കെ, ഗവൺമെന്റ് ഷാൽ ബൈ നോട്ടിഫിക്കേഷൻ appoint a person as director of cooperative audit for conducting the audit. അപ്പോൾ അത് പറയുന്നത് DCAനെ നമുക്ക് ഗവൺമെന്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് സെക്ഷൻ 63 ആണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പവേഴ്സ് എല്ലാം പറയുന്നത്, അതുപോലെ ഓഡിറ്റിന്റെ സ്കോപ്പ്, ഇതെല്ലാം പറയുന്നത് സെക്ഷൻ 64ലാണ്. ഓക്കെ, ഓഡിറ്റ് എന്താണെന്നുള്ളത് പറയുന്നത് റൂൾ 64ലാണ് കേട്ടോ. റൂൾ 64 അവിടെ കൺഫ്യൂസിങ് ആവരുത്. സെക്ഷൻ 64ഉം റൂൾ 64ഉം മാറിപ്പോരുത്. സെക്ഷൻ 64 DCAയുടെ പവേഴ്സും റൂൾ 64 പറയുന്നത് എന്താണ് ഓഡിറ്റ് എന്നുള്ളത് പറയുന്നത് റൂൾ 64ലാണ്. അതുപോലെ തന്നെ റൂൾ 64A ഓഡിറ്ററിന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് പറയുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്ന് പറയുന്നത് റൂൾ 64B ഓക്കെ, ഇപ്പൊ ഓഡിറ്റിന്റെ കുറച്ച് സെക്ഷനും റൂളും ആണ് പറഞ്ഞത്, തെറ്റിപ്പോവരുത്. സെക്ഷൻ 63 എന്താണ്, DCAനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. DCA എന്താണെന്നുള്ളത് പറയുന്നത് സെക്ഷൻ 63ലാണ്. DCAയുടെ പവേഴ്സും ഓഡിറ്റിന്റെ സ്കോപ്പും പറയുന്നത് സെക്ഷൻ 64ലാണ്. ഓഡിറ്റ് എന്താണെന്നുള്ളത് പറയുന്നത് റൂൾ 64ലാണ്. ഓഡിറ്ററിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് പറയുന്നത് റൂൾ 64A അതുപോലെ തന്നെ എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് റൂൾ 64B ഓക്കെ, പിന്നെ ഓഡിറ്റ് ഫീസ് ഉണ്ട്. ഓഡിറ്റ് ഫീസ് പറയുന്നത് റൂൾ 65 ഓക്കെ, ഓഡിറ്റ് ഫീസ് പറയുന്നത് റൂൾ 65 ഓക്കെ, ഇത്രയുമാണ് ഓഡിറ്റിന്റെ സെക്ഷൻസ് ആൻഡ് റൂൾസ്.